ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എറണാകുളത്തേക്ക് പോവുകയാണ്. നമ്മളിത് പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ 2:30-ക്കുള്ള ട്രെയിനാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഓട്ടോ പിടിക്കും, എന്നിട്ട് ബസ്സിൽ കയറിയിട്ട് കണ്ണൂരിലേക്ക് പോകുന്നിട്ട് ട്രെയിനിന് എറണാകുളത്തേക്ക് പോകും. നല്ല മഴയാണ് ഇവിടെ, അതുകൊണ്ടാണ് ഓട്ടോറിക്ഷ പോകുന്നത്, അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോയാണ്. ഏച്ചി കുളിക്കാണ്, അമ്മ ഇവിടെ ഉണ്ട്, അമ്മക്കിനി മാറ്റണം. ഞാനൊക്കെ സെറ്റായി, എൻ്റെ മുടിയും കൂടി ഒന്ന് റെഡിയാക്കണം. എന്നാൽ പിന്നെ എൻ്റെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കണം, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മൾ റെഡിയായി, ഏച്ചിയൊക്കെ റെഡിയായി കുളിച്ച് കഴിഞ്ഞ് വന്ന് വണ്ടിയൊക്കെ അവിടെ വന്നു, നമുക്ക് പോകണം. അപ്പോൾ നമ്മൾ പോവുകയാണ്, ഓട്ടോയിലാണുള്ളത്. നമ്മളവിടെ എത്താനായി, തളിപ്പറമ്പ് ബസ് സ്റ്റേഷനിൽ എത്താനായി കിട്ടുക. ഗായ്സ്, നമുക്ക് ട്രെയിൻ കിട്ടിയിട്ടുണ്ട്. അധികം തിരക്കൊന്നുമില്ല, നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ. അച്ഛൻ വന്നിട്ടില്ല, അച്ഛന് ഷോപ്പിൽ ലീവ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ വന്നിട്ടില്ല. ഓണ സീസണും കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഗായ്സ്, നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഗായ്സ്, അപ്പോൾ നമ്മളങ്ങനെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ 8 മണി കഴിഞ്ഞിട്ടാണ് എത്തിയത്. പിന്നെ ആൻറ്റി നമുക്ക് ഊബർ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, നമ്മൾ അതിനു വേണ്ടി കാത്തിക്കുകയാണ്. നമുക്കിപ്പോൾ ഊബർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ആൻറ്റീൻ്റെ വീട്ടിലോട്ട് പോവുകയാണെങ്കിൽ നാളത്തെ വീഡിയോ കാണിക്കാം. അപ്പോൾ നമ്മളവിടെ എത്തി. രാവിലെ നമ്മൾ രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ട് എത്തിയായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. നമ്മളിപ്പോൾ റെഡിയായിട്ട് ഇപ്പോൾ കുളിക്കുകയെല്ലാം ചെയ്യണം. റെഡിയായിട്ട് അമ്പലത്തിൽ പോകുന്ന പറയുന്നത്, അമ്പലത്തിൽ പോയിട്ട് ഞാൻ കറങ്ങാൻ പോകുന്ന പറയുന്നത്. പോകുന്ന എനിക്കറിയില്ല, മാറ്റാൻ പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഏച്ചി കുളിക്കുന്നേ, എൻ്റെ അമ്മ കുളിച്ചു. ഇവിടെ നമ്മൾ എന്തിനാ വന്നതെന്ന് ഞാൻ പറയാൻ വിട്ടോയെ. അതെൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് നിൽക്കുന്നത്. ആ എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ജൂലൈയിലാണ് ഡെലിവറി കഴിഞ്ഞത്. നമ്മൾ ഇന്നലെ കാണാൻ വന്നു, കണ്ടു. ആൾ ഭയങ്കര ഉറക്കത്തിലാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ്, ഇതാണ് ആള്. ഗായ്സ്, നമ്മൾ സദ്യയൊക്കെ കഴിച്ചു, പായസം കുടിച്ചു. പിന്നെ നമ്മൾ ഇവൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ പുറത്ത് പോവാണ്, കറങ്ങാൻ പുറത്ത് പോവാണ്. ഞങ്ങൾക്ക് മാറ്റിയത് എൻ്റെ ഓണക്കോടിയാണ്, ഓണാണല്ലോ, അതുകൊണ്ടാണ്. ചേച്ചിയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പ്ലാനുള്ളത് മറൈൻ ഡ്രൈവിലും ലുലുവിലും പോകാനാണ്. നമ്മൾ ആദ്യം പോകുന്ന ലുലുവിലെന്ന് പറഞ്ഞത്, ഇനി മാറ്റുമെന്നറിയില്ല. കുറേ സമയം നമ്മൾ പോസ്റ്റ് ആയിട്ട് ഒരു ബസ് പോലും വന്നിട്ടില്ല. നമ്മൾ മറൈൻ ഡ്രൈവിൽ എത്തിയിട്ടാണ് ഉള്ളത്. ഇവിടെയാണ് ഉള്ളത്. ഭയങ്കര ചളിയാണ്, നമ്മൾ നടക്കുകയാണ്, കുറച്ചങ്ങോട്ട് കിടക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ മറൈൻ ഡ്രൈവിലെത്തി. 2 ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. നമ്മളിപ്പോൾ ലുലുവിലേക്ക് പോവുകയാണ്. ഗൈസ്, ഇപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഗൈസ്, നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് കയറുന്നത്. അമ്മ പറഞ്ഞായിരുന്നു ഞാൻ കുഞ്ഞനാളിൽ ഒരു വട്ടം കയറിയായിരുന്നു എന്ന്. ഗൈസ്, നമ്മൾ ലുലുവിലെത്തിയിട്ടുണ്ട്. ഞാനും ആൻറ്റിയും എസ്കുലേറ്ററിൽ താഴേക്കീന്. അമ്മക്ക് വെച്ചൊക്കെ പേടിയാന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റെപ്പിലോട്ടാണ് താഴേക്കീനത്. പിന്നെ നമ്മളൊരു അവിൽ മിൽക്കും കഴിച്ചിട്ട് വീട്ടിലോട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഗൈസ്, നമ്മളൊരു 4:50 ആകുമ്പോഴത്തേക്കും ആനീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 4 മണിക്കാണ് നമ്മൾ എണീച്ച് മാറ്റുന്ന വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഷൊർണൂരെത്തി. ട്രെയിനിൻ്റെ അത്ര വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണീച്ചത് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അവിടെ ബസ് സ്റ്റാൻഡാണ് അവിടെ ഉള്ളത്. ഗായ്സ്, നമ്മൾ കണ്ണൂരിൽ ലാൻഡ് ആയിരിക്കുന്നു ഗായ്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. നല്ല ടയേർഡുമാണ്, നല്ല വിശപ്പുണ്ട്. നമ്മളൊന്നും കഴിച്ചിട്ടുണ്ടായില്ല, പൊലച്ചൊക്കെ എണീച്ചല്ലേ. അപ്പം ഷൊർണൂരിൽ നിന്നൊരു ചായ കുടിച്ചിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ച്. ഗായ്സ്, നമ്മൾ നടക്കുകയാണ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, എന്നിട്ട് നടക്കുവാണ്. ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുവാണ്. ഓട്ടോ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബസ്
നമ്മൾ വീട്ടിലെത്തിയായിരുന്നു. വീടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. നമ്മൾ മറിയാൻ എക്സ്പോയിലേക്ക് പോവാണ്, ഇവിടെ തളിപ്പറമ്പിലേക്ക്. വൈകുന്നേരമാണ് പോകുന്നത്. നമ്മൾ വന്ന പാടും കുറച്ച് സമയം കിടന്നു തുടങ്ങി, ഭയങ്കര ക്ഷീണമായിരുന്നു. രാവിലെ എണീറ്റതല്ല, അതുകൊണ്ട് നമ്മൾ പോകാൻ ഇറങ്ങുവാണ്. ഏച്ചി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അമ്മ റെഡി ആവണം. അമ്മ റെഡിയാക്കിയാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ മറൈൻ എക്സ്പോയിൽ എത്തിയിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപയായിരുന്നു എൻട്രി ഫീ. നല്ല രസമുണ്ടായിരുന്നു ഉള്ളിലൊക്കെ കാണാൻ. പിന്നെ നല്ല തണുപ്പെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ കാശ്മീരിൽ പോയൊരു ചെറിയൊരു ഫീൽ കിട്ടി. ഇവിടെ നല്ല തിരക്കെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഫോട്ടോസെല്ലാം എടുത്തു. ഇവിടെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. മീനിനെല്ലാം കണ്ട് നമ്മളെല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് മത്സ്യകന്യകയായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, 2 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ അവിടെ നല്ല രസമുണ്ടായിരുന്നു ഇവരെ കാണാൻ. നമ്മൾ കുറേ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു 2 ആളുണ്ടായിരുന്നു. നമ്മൾ ഒരാളെ വീഡിയോ എടുത്തത്, എന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ടായിന്. അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറേ റൈഡും ഉണ്ടായിരുന്നു, കുറേ ഫുഡെല്ലാം കഴിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ റൈഡിലൊന്നും കയറിയിട്ടില്ല, നല്ല ടയേർഡെല്ലാം ആയതുകൊണ്ട്. പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഒന്ന് വരണമെന്ന് വെച്ച് വന്നതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫുഡെല്ലാം കഴിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നബിദിനത്തിൻ്റെ പരിപാടി ആയതുകൊണ്ട് കുറച്ച് ഏട്ടന്മാർ നമുക്ക് മറ്റേ ഫലൂദ വെള്ളം തന്നു. പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നല്ല ലൈറ്റ്സൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തു. അതിനിടയിൽ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. അപ്പോൾ നമ്മൾ അച്ഛൻ വന്നിട്ട് പുറത്തേക്ക് പോയി ഫുഡ് കഴിക്കാൻ. നല്ല ബ്ലോക്കായിരുന്നു പോകുന്ന വഴി. നമ്മൾ കട്ട പോസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ഹോട്ടലിലെത്തി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഇനി നമുക്ക് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വേറൊരു പുത്തൻ വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.